ഹലോ ഗായ്സ്, എല്ലാവർക്കും ഗെയിമിലൊക്കെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കളിക്കാൻ വന്ന ഗെയിമിൻ്റെ പേരാണ് ഹലോ നെയ്ബർ. അപ്പോൾ ഇതൊരു ഹൊറർ ഗെയിമാണ്. നമ്മൾ ഈ ഇടയ്ക്ക് കുറേ ഹൊറർ ഗെയിംസൊക്കെ കളിക്കാനുണ്ട്. ഓക്കെ, അന്നേരം നമുക്ക് പറഞ്ഞു കിട്ടുന്നില്ല. എല്ലാവരും ന്യൂ ഗെയിം സ്റ്റാർട്ട്. ഓക്കെ, നമ്മൾ ഇന്നലെ എന്തായാലും ഒന്ന് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. കേസ് നമ്മൾ ഗ്രാനി കണക്കല്ല, ഇത് എന്തായാലും നമുക്ക് ഇന്ന് കംപ്ലീറ്റ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഗ്രാനി നമ്മളെന്തായാലും വേറെ വീഡിയോ ഇടുന്നതായിരിക്കും കംപ്ലീറ്റ് ചെയ്ത് തന്നെ. അതേപോലെ ഇതും ഇത് നമ്മളെന്തായാലും കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആക്ട് 1 എന്ന് കാണിച്ചിട്ടുണ്ട്, ഒരു ഫുട്ബോളാണ് കാണിക്കുന്നത്. ഓക്കെ ഗൈസ്, നമ്മൾ ഗ്രാനിയുടെ വേറെ വീഡിയോ ഇടും എന്തായാലും കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഇത് നമ്മളെന്തായാലും ഇപ്പം കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ഫുൾ സൗണ്ട് ഓൺ ആക്കി ഇടാം. ഞാനിത് ആക്ട് കഴിഞ്ഞിട്ട് ഇനി മിണ്ടത്തുള്ളൂ ഗൈസ്. ഓക്കെ, ആക്ട് കഴിയട്ടെ. ഗൈസ്, ഇതിടയ്ക്ക് ഒരു ഇതാണ്, അതുകൊണ്ടാണ് ഞാൻ കളിക്കുന്നത്. ഗെയിം പ്ലേ ആണ്. ഓക്കെ ഓക്കെ ഗൈസ്, ഓക്കെ 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 ഗൈസ്, ഒരു വീടിൻ്റെ മുമ്പിലാണ് ബോൾ വന്ന് നിന്നത്. ഓക്കെ, അതാണ് ഇപ്പോൾ നമ്മുടെ നെയ്ബറിൻ്റെ വീട്. See this video guys, cut scene. ഓക്കെ ഗൈസ്, നമ്മൾ അവിടെ നിന്ന് ബോൾ അടിച്ച് ഇവിടെ വന്ന് വീണു. അപ്പം നമ്മളിവിടെ വന്ന് ഈ ബോൾ എടുത്തപ്പോൾ നമുക്ക് നേരെ അവിടെ കണ്ട ഒരു വിൻഡോ. നമ്മൾ അവിടെ പോയി നിന്നിട്ട് കാണിച്ചില്ല ഗൈസ്. ഒരു ഡോറിലകത്ത് ആരെയോ വിട്ട് അങ്ങനെ പൂട്ടി. അതിൻ്റെ കാണുന്ന ഡോർ എന്താ ലോക്ക് എടുക്കുന്ന ചുമപ്പ്. ആ താക്കോൽ രണ്ട് അയാൾ ഞാൻ വേണ്ട. അപ്പം ആ ഭാഗത്തുണ്ട് ആ ലോക്ക് ടേബിളിൽ വെച്ചു. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എസ്കേപ്പ് ചെയ്യണം. ഇയാളെ വീട്ടിൽ നിന്ന് എസ്കേപ്പ് അല്ല, സോറി ഗൈസ്, ഈ കൊച്ചിനെ രക്ഷിക്കണം. ഒരു കൊച്ചിനെ അങ്ങോട്ട് കൂട്ടിയിട്ടാണ് ഈ ശബ്ദം നമ്മൾ കേട്ട് ഗൈസ്. നമ്മൾ ഇനി ഇത് വീഡിയോ സൗണ്ട് കുറച്ച് നോക്കാം. അപ്പോൾ ആ ശബ്ദം നമ്മൾ കേട്ട് അന്നേരം നമ്മൾ ഇവിടെ നിന്ന് ഒളിച്ചു നോക്കിയപ്പോഴാണ് അയാൾ നമ്മളെ പിടിച്ചത്. ഓക്കെ ഗൈസ്, അന്നേരം നമ്മൾ നേരെ ഗെയിം പ്ലേ തുടങ്ങാം. അതിന് മുമ്പ് നമുക്ക് വെപ്പൂപ്പൻ്റെ വീടൊന്ന് എക്സ്പ്ലോർ ചെയ്യാം ഫുള്ള്. നമ്മൾ ബാക്കിൽ കൂടെ ചെന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഫ്രണ്ടിൽ കൂടെ ചെന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നിന്ന് അപ്പം നമ്മളെ അടിച്ചുറക്കും. ഇതാണ് അപ്പൻ്റെ റൂം ഗൈസ്. എന്താ നല്ല റൂം, കിണ്ണം കാച്ചി റൂം ഗൈസ്. ഇപ്പോൾ തുറക്കാം. ഇപ്പോൾ തുറക്കണ്ട, നമുക്കിനി അകം മുറ്റം എക്സ്പ്ലോർ ചെയ്യാം. ഉണ്ടാ, ഇതൊക്കെയാണ് അപ്പൻ്റെ വീട്. ഇതെന്താ ഉണ്ടാ? ഇത് നല്ല ഉണ്ട, നല്ല വെയിറ്റുള്ള ഉണ്ട ഗൈസ്. നമുക്ക് ഈ ഉണ്ട ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എറിയാം ഗൈസ്. നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഫ്രണ്ടിൽ പോവാം. നമ്മുടെ അപ്പൂപ്പൻ ഇപ്പോൾ ഈ ശബ്ദം കേട്ട് കാണും. അപ്പൂപ്പൻ എന്തായാലും ഇങ്ങോട്ട് വരും. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ രക്ഷപ്പെട്ട് മുമ്പിൽ പോയിക്കാം. ഓക്കെ, എന്തായാലും എൻ്റെ അപ്പൂപ്പനെ ഇനി നമുക്കകത്ത് അപ്പൂപ്പനെ ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഒരു പിടി കൊടുക്കുക അപ്പൂപ്പന്. ഇത് നമ്മൾ പിടി വെടത്തില്ല ഗൈസ് അപ്പൂപ്പൻ്റെ കയ്യിൽ നിന്ന്. എന്നിട്ട് അതാണ് നമ്മളെ പവർ. തുറടേ, ഇതെന്തോ ഇത്? അതാണ്ട് ഇതാണ് നമ്മളെ അപ്പൂപ്പൻ. മുഖം ശ്രദ്ധിച്ചുണ്ട് എല്ലാവരും കേട്ടോ. അതാണ് നമ്മളെ അപ്പൂപ്പൻ്റെ മുഖം, നമ്മുടെ നെയ്ബർ അപ്പൂപ്പൻ. നമ്മുടെ അപ്പൂപ്പനൊരു പേരാണ്, എന്തായാലും അത് നെയ്ബർ അപ്പൂപ്പൻ എന്നാണ് നമ്മൾ ഇനി അപ്പൂപ്പനെ വിളിക്കുന്നത്. ഇത് നമ്മളെ വീടാണ് ഗൈസ്. ഇതിൽ നമ്മൾ നല്ല മെറ്റീരിയൽസ് എടുത്തുകൊണ്ട് നമ്മൾ അവിടെ അല്ലേ നമ്മളെ കീ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഇതിൻ്റെ അടുത്ത് ഒരു കുറച്ച് അപ്പം ഗൈസ് നമ്മൾ കുറച്ച് ഇതെടുത്തിട്ട് നമ്മൾ കുറച്ച് പെട്ടിയോ ബോക്സോ വല്ലതും എടുത്തിട്ട് നമ്മൾ അതിൻ്റെ മേളിൽ കയറണം. എന്തായാലും നമ്മളത് കയറാൻ പോവാണ്. നമ്മൾ നേരെ വന്നത് ഇത് കണ്ട, ഇതൊന്ന് തുറക്കാൻ പോവാം. എന്ത് തുറക്കാൻ പറ്റാത്തത്? ഓ ഇങ്ങനെ ആക്കണം ഗൈസ്, അങ്ങനെ ആക്കണം. ഓക്കെ മനസ്സിലായി. നമുക്കിനി ഇതെടുക്കാം.
എങ്ങനെ എടുത്താൽ മതിയാ. ഇതെടുത്തിട്ട് കണ്ട നമ്മൾ കുറച്ച് പെട്ടിയും കളക്ട് ചെയ്യണം. പെട്ടി കളക്ട് ചെയ്യാൻ ഇവിടെ കുറേ പെട്ടിയുണ്ട് ഗൈസ്. ഞാൻ ഈ ഗെയിം ഓൾറെഡി കളിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. കാരണം എന്ന് വെച്ചാൽ ഇത് ഞാൻ പ്രൈവറ്റായിട്ട് കളിച്ചിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പബ്ലിക്കായിട്ട് കളിച്ചിട്ടില്ല ഗൈസ്. എന്തായാലും നമ്മൾ പബ്ലിക്കായിട്ട് കളിക്കുമത്. ഓക്കെ, പബ്ലിക്കായിട്ട് കളിക്കുവാണ് ഞാൻ. നമുക്ക് എന്തായാലും ഇന്ന് മേളിൽ കയറണം. അപ്പം മേളിൽ കയറാനായിട്ട് ഇച്ചിരി ലോങ് വീഡിയോ ആയിരിക്കും ഗൈസ്. നമ്മൾ രക്ഷപ്പെടുന്നതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടേ പറ്റൂ. അതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഗ്രാനിയെ പോലെ ആയിപ്പോവും നമ്മളും. ഓക്കെ, ഗ്രാനി ഗെയിം കളിച്ച പോലെ ആയിപ്പോവും. നമ്മൾ എന്തായാലും ചാടി ഓടി മേളിൽ കയറുവാണ്. നമുക്ക് എന്നിട്ട് ഈ ഇത് കണ്ട മീൻ വെക്കാം, ഇവിടെ വെക്കാം. മേളിലോട്ട് ചാടി കയറാം. നമുക്ക് പെട്ടി കൈ നട്ട് നമ്മളെ കാല് കണ്ട മേളിൽ കയറാൻ പോകണം. ചാടി കയറി. ഓക്കെ, കയറിയണ്ട. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ചാടണം. നമ്മൾ ഇവിടാണ് റൂം ഈ വശത്ത് വരുന്നത്. പക്ഷെ നമ്മൾ അങ്ങനല്ല കളി യഥാർത്ഥത്തിൽ. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചാടി ഇനി ഇവിടെ നമ്മളത് അതിൻ്റെ മേളുണ്ട് അങ്ങോട്ട് ചാടണം. ഉണ്ട് അതിങ്ങനെ അങ്ങ് ആയാൽ മതി. നമ്മൾ ഇവിടെ ഒരു പെട്ടിയെടുത്ത് ഇതെറിഞ്ഞ് പൊട്ടിക്കണം. എന്താ അത്രേ ഉള്ളൂ. നമ്മളിനി ഇവിടെ ഇറങ്ങണം. വേണ്ട, നമുക്ക് ഈ പെട്ടി ഇതിന് ആവശ്യമില്ല, നമുക്കിത് കളയാം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഈ പെട്ടി എടുത്തിട്ട് ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ അറിയാം. എന്താ അങ്ങോട്ട് വയ്ക്കോളും. നമുക്കിനി ഈ ഇതാണ് ഇവിടെ എന്താ ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ഒരു കഥ ഉണ്ട്. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു കഥ ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിത് തുറക്കാൻ വയ്യ. ഇതൊക്കെ എന്തായി അപ്പൂപ്പൻ്റെ വായ എന്താ ഗൈസ്. എന്താ ഇതൊന്നും ഇവിടെ വേണ്ട, നീ അങ്ങനെ ജീവിക്കണം ഇവിടെ നിന്ന്. ഓക്കെ, നമുക്കിനി ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇതെടുക്കാം. പെട്ടിയൊക്കെ നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ പുറത്തിടാം. നമുക്ക് ഈ പെട്ടിയൊക്കെ എടുത്ത് പുറത്തിടാം. ഒന്നും നിൻ്റെ അപ്പൻ്റെ ഒന്നും ഇവിടെ വെച്ചല്ലോ ഡ്രോയിങ്. എല്ലാ അപ്പൂപ്പൻ്റെ ഡ്രോയിങ് എടുത്ത് വാരി എറിയാൻ പോരാ. അപ്പൂപ്പൻ്റെ മേളത്തെ നിലപ്പുള്ളി ഞാൻ നശിപ്പിച്ചു കളയാൻ പോകും ഗൈസ്. പിന്നെ എല്ലാം എടുത്ത് എറിയലുണ്ട്. ഇതെല്ലാം എടുത്ത് ഞാനങ്ങ് എറിയാൻ പോകാം ഗൈസ്. ഇത് വരാത്ത എന്ത് ബാ. ഓക്കെ ഗൈസ്, കണ്ട ഇത് കണ്ട ഈ യൂട്ട ഇത് വഴിയാണ് നമ്മൾ അകത്ത് കയറണ്ട. ഗൈസ് കണ്ട. ഓക്കെ, ഗോ മാൻ, ഗോ എവേ. പോവാൻ ഇത് കളയാൻ വയ്യ ഗൈസ്. അന്നേരം ഇതെടുത്തേക്കാം. ഇങ്ങോട്ട് പോവാം ഗൈസ്. നമുക്ക് ഈ താഴോട്ട് പോവാം. ഇവിടെ ഗൈസ്. ഓക്കെ, നമുക്ക് ഈ ഇതിൽ കൂടെ കയറി ഇതിൽ കൂടെ ചാടാം. ചാടാൻ പറ്റാത്ത എന്ത് കളി ചാടി ഗൈസ്. നമുക്ക് ഇതൊന്ന് ഓണാക്കാം. ഒന്നാവ് നമ്മളൊക്കെ ഇതൊക്കെ എടുത്ത് നമുക്കിനി വേറെ എല്ലാം എടുക്കാൻ പറ്റും. ഓക്കെ ഗൈസ്, നമുക്ക് എടുക്കാം. എന്നിട്ട് ഇങ്ങോട്ട് എറിയാൻ പറ്റുമോ? എറിയാൻ പറ്റില്ല. ഇച്ചിരി പാടാണ് അതെറിയാൻ. അതിന് ഇവിടെ ഇതെറിയാൻ പറ്റുമോ നോക്കാം. അത് പുറത്തു പോയി ഗൈസ്. അത് ഗമ്മ് അങ്ങനത്തെ സാധനങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ കയറുന്ന ബുദ്ധിമുട്ട് കാരണം നമ്മൾ അപ്പൂപ്പൻ നമുക്ക് കണ്ട ഒരു കീയൊക്കെ തന്നിട്ടുണ്ട്. അകത്ത് കയറിക്കോടാ മക്കളെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് നമ്മളെ അപ്പൂപ്പൻ സീനാണ് ആൾ കേട്ടാ. ഇത് തുറന്നിടാം. ഓക്കെ, സെറ്റ്. നമുക്കിനി അപ്പൂപ്പൻ്റെ മറ്റേ ഡ്രോയിങ് ഇല്ലേ പാവം, ആ ഡ്രോയിങ് എടുക്കാം. ഇതെടുത്തിട്ട് അണ്ണൻ മീശ വെച്ചോരാട്ടപ്പുലി. ഓക്കെ ഗൈസ്, നമുക്ക് അന്നേരം ഇതിൻ്റെ മേടി കണ്ട നമ്മളെ അപ്പൂപ്പൻ്റെ കാറിൻ്റെ ഡിക്കിയുടെ ചാവി. ഈ ചാവി നമ്മളിങ്ങനെ എടുക്കുവാണ്. നമ്മൾ പ്രൈവറ്റ് അന്നേരം കളിച്ചപ്പോൾ ഇട്ട സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഒരു എളുപ്പ വഴിയിലാണ് കാന്തം എടുത്തത്. ഒരു കാന്തം പോലത്തൊരു സാധനം വേണം നമുക്ക് ഇതെടുക്കാൻ, ആ കീ എടുക്കാൻ. അപ്പം ഞാൻ ആ കീ അങ്ങനെയാണ് എടുത്തത്. അപ്പം നമുക്ക് നമ്മളിനി ഈ കീ കൊണ്ടിട്ട് നമ്മൾ ഈ കീയുടെ ഡിക്കി ഉണ്ട്, കാറിൻ്റെ ഡിക്കിയല്ല കാറിൻ്റെ ഡിക്കി. ഈ കാറങ്ങ് ഓപ്പൺ ചെയ്യുക. നമുക്കിനി ഈ കാന്തം എടുക്കുക. നമുക്കിനി ഈ കീ വേണ്ട ദൂരെ പോ, ഈ കീ വേണ്ട ദൂരെ പോ. നമുക്കിതെടുക്കാം. കാന്തം എടുത്ത് ബാക്കിലോട്ട് പോകും. എന്നിട്ട് നമുക്ക് ഇവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ഞാൻ എടുക്കും. നമുക്ക് ഇവിടുന്ന് നേരെ ചാടിയട്ടെ. ഞാൻ പിടിക്കാൻ പറ്റുമോ നോക്കാം.
ഇങ്ങനെ ചാടി നമുക്ക് ഇങ്ങനെ പോയിട്ട് ചാടി ഇങ്ങനെ കളിക്കാൻ പറ്റും. പഴത്തില്ല നമുക്ക് കുറച്ച് പെട്ടി കളക്കാൻ പറ്റുന്നു. ഇവിടെ പെട്ടികളാ പെട്ടി ഇടണ്ട ഇങ്ങോട്ട്. കുറച്ച് പെട്ടി എടുക്കാം. പെട്ടി എടുത്തോ വാ. നമുക്ക് ഈ പെട്ടി കണ്ട നമുക്ക് സ്ഥലം കണ്ട ഇവിടെ അങ്ങ് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെ ഒരു പെട്ടി കൂടെ വെക്കാവോ? ഇവിടെ വെയ്യൻ്റെ പൊന്നുവനെന്ന്. എന്നിട്ട് ഇതിൻ്റെ മേലെ ഒരെണ്ണം അതിവിടെ വെക്കാം. നമ്മളിതിൻ്റെ മേളിൽ എന്നിട്ട് ഇങ്ങനെ ചാടി കിട്ടിക്കാതെ കിട്ടി കഴിച്ച് നമുക്കിനി ഇതും കൊണ്ട് നമ്മൾ ഈ വീട് കണ്ട ഈ മേളിലോട്ട് ഇങ്ങനെ കയറണം കഴിച്ച് കണ്ട സിമ്പിൾ ചാതന്നെ. നമ്മളിനി ഈ സാധനം കണ്ട ഇതറിയാം. നമുക്കിനി ഇതറിഞ്ഞിട്ട് ഈ സാധനം വേണം. ഇതങ്ങ് എടുക്കാം. ഓക്കെ നമുക്കിനി ഇതിന് പുറത്ത് പോയിട്ടുണ്ടാ ഈ ലോക്ക് എടുക്കണം. എന്നിട്ട് ഇത് തുറക്കാം. കണ്ട നമുക്കിനി ഈ സാധനം കണ്ട ഇതിങ്ങ് എടുക്കാം. എന്നിട്ട് നമുക്ക് നേരെ നമ്മൾ പെട്ടി കണ്ട ഇങ്ങനെ എടുക്കാം. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് എറിയാം. എന്നിട്ട് നമുക്ക് ഇലിവഴി ഇറങ്ങി കണ്ടം വിട്ട് ഓടാം. കണ്ടം വഴി ഓടിച്ചെല്ലു ഞാൻ. കണ്ടം വഴിയേ. അപ്പോൾ നമ്മളിനി ഇങ്ങനെ ഇതിലേക്കൂടി ഇങ്ങനെ പോവട്ടാ. നമ്മളിനി ഇതുവഴി ഇങ്ങനെ ചാടുകട്ടാ. നമ്മൾ അണ്ണമ്പടങ്ങാണോ ഉണ്ടോ? ഉണ്ടെങ്കിൽ പാളില്ലോ. നമുക്കിനി നേരെ ഇവിടെ വന്നിട്ട് സാധനം കണ്ട ഇതങ്ങ് ഓപ്പൺ ഗിയ. എന്നിട്ട് ഇതുവഴി മേലോട്ട് ഗിയ ഉണ്ടാ. നമ്മളെ മേലിൽ വന്ന് നമ്മളിനി ഇതേ കൂടെ അണ്ണാ പ്ലീസ് ഉണ്ട്. ഇതേ ഇന്ന് കയറാൻ വയ്യ. പുലി ഇടയാമന്നൊരുക്കും നിന്നൊരുക്കും. നമ്മൾ വലിച്ചു കൈസ്. നമ്മളിവിടെ ആയിപ്പോയി. നമ്മൾ പെട്ടുപോയി ഇവിടെ. ഇല്ല കണ്ടിന്യൂ എന്തോ ഇവിടെ എന്തോ പറ്റി നമ്മൾക്ക് ഗ്ലിച്ചായ ഇവിടെ ഗ്ലിച്ചായിപ്പോയി കഴിച്ചു നമ്മൾ. ഓക്കെ കേറണ ഒന്ന് കേറി. ശേ മേളിൽ നിൽക്കുന്ന അങ്ങേരി നമ്മളെ കണ്ടാ തീരുന്നു. ഇങ്ങനെ അങ്ങോട്ട് പോയി ഗൈസ്. ഓക്കെ നമുക്ക് മേലോട്ട് പോവാം. അങ്ങനെ അങ്ങോട്ടോ കയറിപ്പോയി. നമുക്കിനി ഇലയെ കൂടെ വന്ന് ഇലയെ കൂടി ഇങ്ങനെ പോയിട്ടെ ചാടണമെന്നാണ് പറയണത്. അയ്യേ. ഓക്കെ നമുക്കിനി ഇവിടെ നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഇങ്ങനെ കളിക്കുന്ന സംഭവം. ഇനിയൊന്നും ഇങ്ങനെ കളിച്ചിട്ടില്ല. അപ്പം ഇങ്ങോട്ട് കയറി വരത്തില്ല എന്നൊരു ഒരേ ഒരു ഇതുണ്ട് നമുക്ക്. എന്താ നമ്മളിങ്ങനെയൊക്കെ ചെയ്യണത്? നമ്മൾ ഇലയെ കൂടെ ഇറങ്ങി ഇലയെ കൂടെ കയറി വന്നാ നോ വേ ഗൈസ്. നമ്മളിനി എന്താ ഇവിടെ കണ്ട ഇതിങ്ങ് എടുക്കുക. ഇതെടുത്ത് ഉരോട്ടങ്ങ് എറിയുക. നമുക്ക് നേരെ അപ്പൂപ്പൻ്റെ വീട്ടിലെ ആ ഡോറിൻ്റെ ഒരു സാധനം കണ്ട അതങ്ങ് തുറന്നാൽ മതി. സിമ്പിള് ഗൈസ്, സിമ്പിൾ സാധനം. ഇപ്പം തന്നെ ലൈക്ക് അടിച്ച് ഗൈസ്. നമുക്ക് ലൈക്ക് അടി. നമ്മളെ കൊണ്ട് ഇതൊന്നും പറ്റാൻ നിങ്ങൾ വിചാരിച്ചാണ് ഗൈസ്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ പ്രോയാണ് ഗൈസ്. വാശി വന്നാൽ നമ്മൾ പ്രോ, നമ്മൾ കളിക്കും. നമ്മൾ അതേപോലെ തന്നെ ഗ്രാനിയും കളിച്ച് എസ്കേപ്പ് ആവും ഗൈസ്. ഇതാണ് നമ്മളെ ഇതെന്ന് പറയുന്നത്. കളവാ ഈ കിളവനിട്ടങ്ങ് ഓടിച്ചാൽ നമുക്ക് ഇവിടെ ചുറ്റും ബാണ്ണ. അണ്ണ എൻ്റെ കൂടെ വാ. അണ്ണ എന്നെ ഒന്നും പിടിക്കത്തൊന്നുമില്ല, എന്നാലും കൂടെ വാ ഒരു ധൈര്യത്തിന്. നമുക്ക് അണ്ണനെ എൻ്റെ മേളിൽ കയറ്റാം. അയ്യോ ഗൈസ്, ലോക്കായി ഗൈസ്. പിടിച്ച് നമ്മളെ താക്കോല് പോവും. ഇല്ല പോയി. നമുക്ക് നേരെ ഇനിയുള്ളൊരു പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് നേരെ എന്താ ചെയ്യേണ്ടത്, നമ്മൾ അണ്ണൻ്റെ അടുത്ത് പോയിട്ട് ഗൈസ് നമുക്ക് പരസ്യം ഓക്കെ. നമുക്ക് നമ്മളെ അണ്ണൻ്റെ അടുത്ത് പോയിട്ട് നമ്മളെ അണ്ണൻ്റെ അവിടെ ഒരു കഥ ഉണ്ട്. അപ്പം അണ്ണൻ എന്ത് അവിടെ ഇരുന്നോ ഉറങ്ങും. അവിടെ ഇരുന്ന് അണ്ണൻ സീനായിട്ട് തന്നെ അവിടെ ഇരുന്ന് ഉറങ്ങും ഗൈസ്. നമുക്കറിയാം.
ഓക്കെ ഗൈസ്, നമ്മൾ ഫൈനലി ഇതാണ്ട് ലോക്ക് തുറക്കാൻ വന്നതാണ്. ലോക്ക് തുറന്നു ഗൈസ്, ലെറ്റ്സ് ഗോ. കണ്ടില്ലേ, നമ്മൾ ആ ഡോർ തുറന്നു ഗൈസ്, നമ്മൾ ആ ഡോർ തുറന്നു. അപ്പോൾ ഗൈസ് നമ്മൾ കണ്ടില്ലേ, ഇവിടെ എത്തിക്കഴിഞ്ഞു. ഗൈസ് നമ്മൾ കണ്ടേ ഇங்கே എത്തി ഗൈസ്. നമ്മളിനി കണ്ട ഈ ഡോർ നമുക്കിനി തുറക്കാൻ പറ്റത്തില്ല. നമ്മൾ താഴോട്ട് ഇറങ്ങുവാണ്. ഇവിടെ ഇനി കളികൾ. പൈപ്പ് കണ്ട ഗൈസ്, ഈ പൈപ്പിന് മേളിലോട്ടാണ് പോയേക്കണത്. ഇതെന്തോ സാധനം, എന്തൊരു വലിയ സാധനം. കൊച്ചുങ്ങളായിട്ട് വറുക്കാനുള്ളതാണെന്തോ. ഓ ഓ ഓടത്തില്ലേ, ഓടെടുത്ത് എറിഞ്ഞേ. ഓ ഇതെന്താണ്? ഓ വാഷിംഗ് മെഷീൻ തുറന്നു നോക്കാം ഗൈസ്. ഇത് കൊള്ളാൻ. കാരണം എന്ന് വെച്ചാൽ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് നോക്കി ഗൈസ്, നിങ്ങൾ പുറത്ത് നോക്കുമ്പോൾ വാഷിംഗ് മെഷീൻ. ഈ ആൾക്കാരെ മണ്ടന്മാരാക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലേ, അതാണ് ഈ വാഴ ചെയ്യുന്നത്. നിങ്ങൾ അടയ്ക്കാൻ പറ്റത്തില്ല. അടയ്ക്കാൻ പറ്റത്തില്ല. ഇതാണ് ഈ വാഴത്തരം. ഇതാണ് ഇവൻ്റെ വാഴ, ഇവൻ്റെ ഒരു വാഴ. ഗൈസ് നമുക്ക് ടച്ച് ചില സമയത്തെ ശരിയാവുന്നില്ല. ഓക്കെ ഓക്കെ ഗൈസ്, ഈ കട്ടിൽ ഇവിടെ ആരോ ഇതിന് മുമ്പ് കിടന്നിട്ടുണ്ട് ഗൈസ്. ഇതിന് ആരോ ഇതിന് മുമ്പ് കിടന്നിട്ടുണ്ട്. നമുക്കിത് പൊളിക്കണം, ചവിട്ടി പൊളിക്കണം, എങ്ങനെ വേണമെങ്കിലും പൊളിക്കാം. ഓക്കെ ഗൈസ്, കണ്ട നമ്മളിവിടെ എത്തി. ഇനി നമ്മളിവിടെ ഒരു സാധനം ഉണ്ട് കേട്ടോ. ആ സാധനം ഒന്നും ചെയ്യണ്ട, നമ്മൾ ഇങ്ങോട്ട് വേണ്ടി ഈ സാധനം കണ്ട ഞങ്ങൾ തുറന്നാൽ മതി. പൊന്നോനെ ഇതൊന്നും ആടെന്ന് ഇതെന്തോ ഇവനെന്ത് കാണിക്കുന്നത്? ഇത് പിടിക്കുക ഇങ്ങനെ. പൊന്നോനെ ഇതോ പൊക്കറ നീ. ഓക്കെ, നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഓടണം. ഇവിടെ ഒരു വാതിലുണ്ട്. നമ്മൾ അവിടെ ഒരു വാതിലുണ്ടില്ലേ, ഒന്നുമില്ല. നമ്മൾ ആ വാതിൽ ഓപ്പൺ ആക്കി ഇട്ടാൽ മതി. ഒരു ശബ്ദം കേൾക്കുന്നുണ്ടോ? നമ്മൾ ലോക്കായി കിടക്കുന്നതിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. പിന്നെ അതൊരു മണ്ണാങ്കട്ടയില്ല. നമുക്കിനി നേരെ പോകാം. ഓക്കെ ഓക്കെ, ഇത് തുറക്കാൻ പറ്റും. തുറക്കാം. ഓക്കെ, എന്നാലും നമ്മൾ ഇതാ തുറന്നു. നമുക്കിത് തുറക്കാം. ഇനി ഇവിടെ നിന്ന് ഇറങ്ങി ഇവിടെ വരും. പക്ഷെ ഇവിടെ വന്നിട്ടൊരു കാര്യമില്ല, നമുക്ക് ഇവിടെ ആണ് തുറക്കേണ്ടത്. ഇവിടെ തുറന്നൊരു കാര്യമുണ്ട് ഗൈസ്. ഇത് നോക്കുക ഗൈസ്, നമ്മളിത് തുറന്ന് നമുക്കിനി ഇവിടെ വന്നാൽ ഇത് തുറക്കാം. കണ്ട ഇത് തുറ. ഇത് അയ്യോ, കഥവ് വന്ന് അടിച്ചു കൊല്ലുവാണ്. കഥവ് തന്നെ അടിച്ചു കൊല്ലുക. കിളവൻ്റെ കഥവല്ലേ എങ്ങനെ. നമുക്കിനി ഇത് ലോക്ക് ചെയ്യാം. നമ്മൾ ഈ ഒന്നും ചെയ്യേണ്ട, ഒരു കാര്യം ചെയ്യാതെ ഇങ്ങോട്ട് വരിക, ഈ സാധനം തുറക്കുക. ഈ ലിവർ ഉണ്ടോ? ഒന്നുമില്ല, ഒന്നും ചെയ്യണ്ട. ലിവർ പിടിച്ചാൽ നാത്താൽ മതി. നോക്ക് ഗൈസ്, നമുക്ക് ഈ ലിവറിന് ഇവിടെ ഇങ്ങനെ വെക്കാം കറച്ച്. എന്നിട്ട് ഇങ്ങനെ നമുക്കൊന്ന് തുറന്നാൽ മതി. ഉണ്ടാ എന്തോ എന്താ ഇതൊന്ന് താരട്ടെ. ഒന്ന് ആവശ്യമുള്ള സമയത്തൊന്നും താരത്തില്ല. ഇത് അല്ല, ആവശ്യമുള്ള സമയത്തൊക്കെ തരും. ഓക്കെ, നമുക്കിനി ഇവിടെ കൂടെ വന്ന് ഇങ്ങനെ പോയാൽ ഇവിടെ കൂടി ഇങ്ങനെ പോകാൻ പറ്റും. കണ്ട എന്തൊക്കെയാണ് ഞാൻ പറയണത്? നമുക്കിനി ഇതിലേ കൂടെ പോകുമ്പം തുറക്കാം. തുറക്കുന്നില്ല, കാരണം അവിടുത്തെ മറ്റേ സാധനം ഓപ്പണാകണമെന്നാണ്. നമ്മൾ ഇവിടെ പെട്ടെന്ന് പോകണം. കാരണം എന്ന് വെച്ചാൽ കിളമനെ ഇങ്ങോട്ട് വരും. കാരണം എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. കിളവൻ എന്തായാലും ഇങ്ങോട്ട് വരും. കാരണം നമ്മൾ ഇങ്ങോട്ട് വന്ന കാര്യം കിളവൻ അറിഞ്ഞു. കിളവൻ എന്തായാലും ഇങ്ങോട്ട് വരും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം. നമ്മൾ മര്യാദ സ്ഥലത്ത് എങ്ങനെയാണ് പോകുന്നത്? നമ്മളങ്ങ് ഒറ്റ പോകണം. വാഴ വരും ഇങ്ങോട്ട്, അതാ എനിക്ക്. അടയ്ക്കണം.
ഇത് തുറക്കണം. ആരൊന്ന് പുറകെ വന്നില്ല. എനിക്ക് ഫീൽ ചെയ്തു. ഇങ്ങേരിവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞ കേട്ടോ. ഇവിടെ ഇങ്ങേര് വന്നായിരുന്നു കള്ളൻ. എന്തുവാ ഗ്ലിച്ച്. ഓക്കെ, അപ്പം അങ്ങനെ വന്നുകൊണ്ട് തന്നെ കളി ഇച്ചിരിയും കൂടി ഇതായി. അപ്പം നമുക്ക് എന്തായാലും പൊന്നുമോനെ ഇതൊന്നും മാറുന്നു. ഇങ്ങോട്ട് വരുത്തില്ലെന്ന് തോന്നുന്നു. തുറക്കാം. എന്താ ഇത്? ഓക്കെ, തുറന്നിട്ടുണ്ട്. നമ്മൾ തുറക്കണം. നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുമോ? ഇത് കുറച്ചിടാം. നമുക്കിത് എടുത്ത് മാറ്റാൻ പറ്റും. ഓക്കെ ഗൈസ്, നമുക്കിനി ഇത് തുറക്കാം. തുറക്കാതെ തുറക്കണമെന്നാ. ഓക്കെ, നമുക്കിനി ഇത് തുറക്കാം. നമ്മളിവിടെ വന്നോ വീണ്ടും? നമ്മളിനി ഇങ്ങോട്ട് പോകണം, ഇവിടെ പോകണം. ഓക്കെ, അപ്പോൾ ഇത് തുറക്കുമ്പോൾ ഇവിടെ വരും. അപ്പം എങ്ങനെ കളികൾ? മക്കിജെ മജാ മാരെ വാവുത്ത ബജാവായതോ നമ്മളെല്ലാവരും ഒന്നും തുറന്നില്ലേ, പിന്നെ തോന്നും. നമ്മളിനി ഇത് തുറക്കാം. തുറക്കണം. ഒന്ന് തുറക്കാം ഗൈസ്. നമുക്ക് പെട്ടെന്ന് നമുക്ക് വല്ലതും തുറക്കമുണ്ടോ നോക്കണം. പെട്ടെന്ന് പോയി നോക്കണം. പെട്ടെന്ന് അങ്ങനത്തെ വട്ടം ഇവിടെ കാണും. വട്ടം വന്നാൽ അറിയാമല്ലോ നിങ്ങൾക്ക്. പിന്നെ ഇത് ഭ്രാന്താണ്. എന്താ ഇത്? തുറ. ഇത് ലോക്കാണോ നോക്കാം. ഓക്കെ, ലോക്കാ. വാഴ ഇറങ്ങി പിടിക്കാൻ ഇന്ന് തരാം നിങ്ങൾക്ക്. പോടാ. ഓക്കെ, ഇപ്പം എന്തായാലും നമ്മുടെ വീഡിയോ ഇന്നിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട് ഗൈസ്. പീസ് ഔട്ട്.